മാഷേ മാഷേ ആ ഇങ്ങോട്ട് വന്നേ. ആ ഇതെന്താ ഇവിടെ? ഇങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ആ മാഷേ ഇങ്ങോട്ട് ഇവിടെ ഇരിക്ക്, ഒരു കാര്യം സംസാരിക്കാം. സംഭവം എന്താണ്? എടാ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു എനിക്ക്. വാ മാഷേ ഇങ്ങോട്ട്. എന്താ കാര്യം? വാ വാ. ഞാനിവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങളുടെ സ്ത്രീധന മുതലല്ലേ കിടക്കുന്നത്? ഓ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. പിന്നല്ലാണ്ട് എവിടെ പോയി? ഞാനേ ഒരു ചെറിയൊരു നാടകത്തിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. ആണ്. കഴിഞ്ഞ ദിവസം ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കിടന്ന് ബഹളം കൂടെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളൊരു മാഷല്ലേ? എടാ മാഷാണെങ്കിലും ഞാൻ എൻ്റെ കൊച്ചിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പോയതാടാ. അവിടെ മൊത്തം ഈ മറ്റേ സ്കൂൾ ഡേ, ആനുവൽ ഡേ, ടൂർ ഡേ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളാണ്. ഞാൻ ഫീസ് കൊടുത്ത് കൊച്ചിനെ അവിടെ പഠിപ്പിക്കുന്നത് കുറച്ച് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതിന് വേണ്ടി. ഞങ്ങൾക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൊച്ചിനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഈ ഡേയ്സൊക്കെ നടത്തി ലീവ് എടുത്ത് കഴിഞ്ഞാൽ കൊച്ചുങ്ങളുടെ ക്ലാസ് എങ്ങനെ പോകും? ഇപ്പോൾ 7ാം ക്ലാസ്സിലാണ്. ഇപ്പോൾ ഒരു ബേസ് ഉണ്ടെങ്കിലല്ലേ മുകളിലേക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. 7 വെച്ച് ആണേ ഈ 7 തൊട്ട് വേണം പക്ഷേ ബേസ് കിട്ടാൻ. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും 1ാം ക്ലാസ് തൊട്ടേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് സ്ട്രോങ് ആയിരിക്കണം. ഈ കുറേ പഠിക്കുന്നതിലല്ല കാര്യം. ഈ ബേസ് സ്ട്രോങ് ആണെങ്കിൽ ആ കുട്ടി ഇച്ചിരി കഴിയുമ്പം നമ്മൾ കുറച്ച് നീന്തൽ പഠിപ്പിച്ചാൽ മതി, പിന്നെ അവൻ നീന്തി കയറിയോളൂ. പക്ഷേ ഈ ഞാൻ കാണണമെന്ന് വിചാരിച്ചേ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ എന്തൊരു സ്കീം പറഞ്ഞില്ലേ, ഇൻഷുറൻസോ? മറ്റേ പെൻഷൻ യോജന. അത് എങ്ങനെയാ എൻ്റെ അപ്പനും അമ്മക്കൊക്കെ കിട്ടും? 70 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. കേന്ദ്രത്തിൻ്റെ സ്കീമാണ്, നല്ല സ്കീമാണ്. 70 കഴിഞ്ഞാൽ ആണോ? പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ മറ്റേ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഇൻഷുറൻസ് ഒന്നും ഉണ്ടാവേണ്ട. അതവർ ചോദിക്കുന്ന കാര്യങ്ങളൊന്ന് ഫില്ല് ചെയ്താൽ മതി. ഇത് എവിടെ പോയി ഫില്ല് ചെയ്യണം? പക്ഷേ എങ്ങനെയാണ്? നമുക്ക് ആൻഡ്രോയിഡിലെല്ലാം കിട്ടുന്നേ. മറ്റേ ആയുഷ്മാൻ യോജന എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ ആ പെൻഷൻ സ്കീമിൻ്റെ സെർച്ച് ചെയ്താൽ മതി, അപ്പോൾ അത് കിട്ടും. പക്ഷേ എനിക്കത് അറിയില്ല. പക്ഷെ ഒന്ന് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ സംഘടനയുടെ ശക്തി പ്രകടനത്തിന് ഞാനാണ് നാടകം ചെയ്യണേ. അപ്പം അതിൻ്റെ കുറച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രഷ് എയർ കിട്ടാനായിട്ട് ഇതിലേക്ക് ഒന്ന് കറങ്ങി നടന്നത്. ഇനിയിപ്പം നാടകത്തിൻ്റെ കാര്യങ്ങളായിട്ടൊക്കെ അങ്ങോട്ട് പോകേണ്ട ആവശ്യം. ഇതൊന്ന് ചെയ്തു തരാം. ചെയ്തു തരാം കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഫ്രീ ഉള്ളപ്പോൾ ഒന്ന് വന്നാൽ മതി. ഇപ്പോൾ കുറച്ച് തിരക്ക്, വീട്ടിലേക്ക് വന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ ഓട്ടം തുള്ളലായിട്ടൊക്കെ നടക്കുമ്പോഴേ നിങ്ങൾ പഠിപ്പിക്കുന്ന പിള്ളേരില്ലേ, അവരുടെ അവസ്ഥ എന്താ? എടാ ഞങ്ങളുടെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിച്ചോളൂടോ, ആവശ്യമുള്ളവന്മാർ എവിടെയെങ്കിലുമൊക്കെ പോയി പഠിച്ചോളൂ. പിന്നെ എൻ്റെ പിള്ളേരെ ഞാൻ കുറേ സിലബസ് അല്ല പഠിപ്പിക്കുന്നത്. പിന്നെന്താ, ഞാൻ അവരെ കണക്കൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് പരീക്ഷ എഴുതാനായിട്ട് മാർക്ക് വാങ്ങാനുള്ള പരിപാടിയും എല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ പെൻഷൻ എങ്ങനെ ഫില്ല് ചെയ്യുന്നത്, എൻ്റെ ക്ലാസ്സിലുള്ള എൻ്റെ മക്കളടുത്ത് പോയി ചോദിച്ചു നോക്ക്, അവരത് ഫില്ല് ചെയ്ത് തരും. ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഇവന്മാർ ജീവിക്കണം. മനസ്സിലായോ? എൻ്റെ പിള്ളേരെ നിങ്ങൾ കൊച്ചി ടൗണിലൊരു കാര്യത്തിന് വിട്ടു നോക്കിയേ, അവന്മാർക്ക് മൊബൈലും വേണ്ട, കോപ്പും വേണ്ട, അവന്മാർ കൃത്യമായി അവിടെ അന്വേഷിച്ച് ചെന്ന് കാര്യം ഫില്ല് ചെയ്തിട്ട് വരും. ഞാൻ എൻ്റെ കുട്ടികളെ സ്വന്തമായി ജീവിക്കാൻ, സ്വയം പര്യാപ്തത ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ പിള്ളേർ ആവശ്യമുള്ള സാധനമാണെങ്കിൽ അവന്മാർ എൻ്റെ വീട്ടിൽ വരും, എൻ്റെ വീട്ടിൽ വന്നിട്ട് സംശയം ചോദിച്ചിട്ട് പോകും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ക്ലാസ്സിലെ 40 പിള്ളേരെയും ഞാൻ കാണുന്നത്. പിന്നെ നീ നിൻ്റെ മറ്റേ അയൽക്കാരൻ ജോബിയില്ലേ, അവൻ്റെ മോൻ്റെ അടുത്ത് പോയി കൊടുക്ക്, അവൻ നിനക്ക് ഈ യോജനയുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് തരും. നിങ്ങളൊക്കെ എന്തോടോ വിചാരിച്ചേ? എല്ലാ ഗവൺമെൻറ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പ്രശ്നം എന്താണോ, സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വളരുന്ന കുട്ടികളാണ്. ഇവരെ ഇതാ കേൾക്കുന്നത്, നാട്ടുകാർ പറഞ്ഞു വെച്ചിട്ട്. പിള്ളേർക്കറിയണമല്ലോ സർക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, സർക്കാർ അവരുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നോക്കുന്നതെന്ന് പിള്ളേരും അറിയണമല്ലോ. വാങ്ങി തിന്നാൽ മാത്രം പോരല്ലോ, ഇതെങ്ങനെ കിട്ടുന്നതെന്നും കൂടി പിള്ളേർ പഠിക്കണ്ടേ. അത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് തന്നെ എല്ലാം പിള്ളേർക്ക് അറിയുമോ? എല്ലാ കാര്യങ്ങളും ഞാൻ കേന്ദ്രത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെയും ഗവൺമെൻറ്റുകൾ എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. അത് പിള്ളേർക്കറിയാം, അവരെ കൃത്യമായി ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. ഞാനൊരു 45 മിനിറ്റ് ക്ലാസ് ആണെങ്കിൽ ഞാനൊരു 30 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഞാൻ നിർത്തും, ബോറടിക്കും പിള്ളേർ. അപ്പോൾ ബാക്കി സമയങ്ങളിൽ ഞങ്ങൾ ഫ്രീ ടൈമിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എങ്ങനെ ഫില്ല് ചെയ്യണം, എങ്ങനെ മറ്റൊരാൾ, ഈ പിള്ളേരെ എവിടെ കൊണ്ടുവിട്ടാലും അവർ ജീവിച്ചോളൂ. അത് ശരിയാണ്. പക്ഷെ അപ്പോൾ മാഷി കേന്ദ്രത്തിനൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക, നിങ്ങൾ ഈ ഇതായിട്ട് കിടക്കുന്നതല്ലേ? നല്ല കാര്യം ആര് ചെയ്താലും നമ്മളത് ചെയ്യണ്ടേ, നല്ല കാര്യങ്ങൾ. പിന്നെ പരസ്യമായിട്ട് ഞങ്ങൾ മറ്റേ പ്രമദൃഷ്ടിയാൽ അകൽച്ചയിലാണെങ്കിലും ഞങ്ങളുടെ അന്തർധാര സജീവമാണ്. അത് നല്ല ഒരു കാര്യമാണ്. അതാണ് നല്ല കാര്യങ്ങൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. നമ്മളെന്തിനാ ഈ വിദ്വേഷം കുട്ടികളിൽ കുത്തി നിറയ്ക്കുന്നത്? അല്ല, അത് മാഷ് പറഞ്ഞാൽ നല്ല കാര്യം. രാഷ്ട്രീയമൊക്കെ അതൊക്കെ ആവശ്യമാണ്, രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കായിരിക്കണം അത്.
അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാവാനായിട്ടല്ല. എന്നിട്ട് മാഷെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് വേണ്ടേ? നിങ്ങളുടെ സ്വന്തം ചോരയിലുണ്ടായ കൊച്ചിന് നിനക്ക് എൻ്റെ അവസ്ഥ അറിയാം. എൻ്റെ പെണ്ണുമ്പിള്ളയും ടീച്ചറാണ്. കണക്കിനെങ്ങാനും ഏതെങ്കിലും വിഷയത്തിന് 1 മാർക്ക് കുറഞ്ഞാലുണ്ടല്ലോ, ഞാനും കൈസറും കൂടി സിറ്റ് ഔട്ടിൽ കിടന്നുറങ്ങേണ്ടി വരും. തോറ്റുപോയത് എൻ്റെ കൊച്ചു, മാർക്ക് കുറഞ്ഞത് എൻ്റെ കൊച്ചിനും, സിറ്റ് ഔട്ടിൽ കിടക്കേണ്ട ഞാനും പട്ടിയോ. നിനക്കതറിയത്തില്ല. ആദ്യ രാത്രി ഞങ്ങൾ വേറൊന്നുമല്ല സംസാരിച്ചത്. അവള് കൊച്ചു ജനിക്കുമ്പോൾ തൊട്ട് ആ കൊച്ചു പെൻഷനാവുന്നവരെയുള്ള കാര്യങ്ങൾ അന്നത്തെ ദിവസം സംസാരിച്ചത്. എൻ്റെ മോനെ വല്ല തെറ്റെങ്ങാനും വന്നാലുണ്ടല്ലോ, എംപോസിഷൻ എഴുതി ഞാൻ കഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ കഷ്ടപ്പാടൊന്നും നിങ്ങൾക്കറിയണ്ടല്ലോ. കൊള്ളാം മാഷെ. ജീവിതമൊക്കെ സുഖമായിട്ട് പോകണം മാഷെ? കുഴപ്പമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. ആണോ? അപ്പോൾ എനിക്ക് ഇത് എന്തായാലും ഒന്ന് നീ ഒരു കാര്യം ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ കണ്ടാൽ മതി, അവന്മാരിത് ക്ലിയർ ചെയ്യും. ശരിയാക്കി തരുമോ മാഷെ? എനിക്ക് എൻ്റെ മക്കളെ, നിങ്ങൾക്കൊരു ധാരണയുണ്ട് ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളൊക്കെ മണ്ടന്മാരാണോ? അങ്ങനെയല്ല, ഇവർക്ക് അറിയോ പിള്ളേർ അങ്ങനെ? ആൽബർട്ട് ഐൻസ്റ്റീൻ അവരെ പഠിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളവന്മാരാണ് ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്നവന്മാർ. അത് നിങ്ങൾക്കറിയാഞ്ഞിട്ടാ. മനസ്സിലായി മാഷേ. ഞാൻ പോയിക്കോട്ടെ, എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ചെയ്യാം. ഇനിയെങ്കിലും കൊച്ചിനെ അവരവർ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് എത്തിക്കാൻ ശ്രമിക്കും. നീ പോയ വയസ്സാം കാലത്ത് ഇച്ചിരി പെൻഷൻ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. വെറുതെ 8ൻ്റെ പണിയൊന്നും അതും കൂടി ഇല്ലാണ്ടാക്കരുത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ നിനക്കറിയത്തില്ല. നിനക്ക് നമ്മുടെ മറ്റേ രഘുമാഷിൻ്റെ അവസ്ഥ അറിയത്തില്ലേ? എന്താണ്? പലയിടത്തും പോകണ്ടല്ലോ ഇപ്പം. അയാൾ എന്ത് തെറ്റാ ചെയ്തത്? അതാണ് ഏറ്റവും പ്രശ്നം. സംഘടനയ്ക്ക് വിരോധമായി സംസാരിക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അയാൾ കുട്ടികൾക്ക് അനുകൂലമായി സംസാരിച്ചു, കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി സംസാരിച്ചു. അത് ഭരിക്കുന്നവർക്കും ഇഷ്ടപ്പെട്ടില്ല, സംഘടന നേതാക്കന്മാർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും രഘുമാഷിനെ അറിയാം, ട്രാൻസ്ഫർ വാങ്ങി ഇരിപ്പുണ്ട്. അയാളൊന്നും ജീവിതത്തിൽ പെൻഷൻ വാങ്ങില്ല. എൻ്റെ മോനെ വലിയ ആഗ്രഹമുണ്ട്. കൂടെയുള്ളവൻ ചത്ത് കിടന്നാലും ഞങ്ങൾ ഒരുത്തനും വന്ന് സത്യം പറയൂല, കണ്ട കാര്യം പറയൂല. കാരണം ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണെങ്കിലും ഒറ്റ പാർട്ടിക്കാരാണെങ്കിലും കാര്യം വരുമ്പോൾ അവനവൻ്റെ കാര്യമാണ് വലുത്. ഓക്കെ, അപ്പോൾ ശരി കേട്ടോ. അവനവൻ്റെ കാര്യം നോക്ക്. നിനക്ക് ഫ്രീ ഉള്ളപ്പോൾ വന്ന് ഞങ്ങളുടെ നാടകം കാണാം. കേന്ദ്രത്തിൻ്റെ നയങ്ങൾക്കെതിരെ ശക്തമായ അവതരണം. പൊന്നോ, നിങ്ങളെയാണ് സ്തുതിക്കേണ്ടത്. ബുക്ക്